സാർ സുദേവൻ സാറ്. ആ നമസ്കാരം സാർ. ഇരിക്കെ. നാളെയാണ് കേസ്. ഉച്ചയ്ക്ക് മുമ്പ് എടുക്കും. രാവിലെ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കോളൂ. ശരി സാർ. ആ ഒരു വിഷമം പിടിച്ചൊരു കേസാണ്. എന്നാലും നോക്കാം. എഴുതിക്കോളൂ. ശരി. ആ ഗീതേ, സന്ധ്യയായി. ഇനി പോയിക്കോളൂ. ആശാനെ ഒന്നും കൊണ്ടുവിട്ടെ. പോകാം. ആ ബോർഡിന്റെ വക്കീലാരാ? കൃഷ്ണക്കുറുപ്പ്. ഓ, കുറുപ്പ് സാറാണ്. ആ കുറുപ്പേട്ടനോ? വരൂ, ഇരിക്കൂ. എന്താ കുറുപ്പേട്ടാ പ്രശ്നം? ആ സൂപ്രണ്ട് സാമുവൽ എന്നെ വിളിച്ചിരുന്നു. നാളെയാണ് ആ എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ കേസ്. ട്രാൻസ്ഫർ പ്രസ് ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം? ലോവർ കോർട്ട് പോലെയല്ല ഹൈക്കോർട്ട്. ഒരാൾക്ക് 3 മാസത്തിനകം 6 ട്രാൻസ്ഫർ. നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലോ കോളേജിലെ ഞാനും ചരച്ചതാ 3 കൊല്ലം. ആസ് പെർ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 പാർട്ട് 9B ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ഥലം മാറ്റാം, വിത്തൌട്ട് എക്സ്പ്ലെയിനിങ് എനി റീസൺ. സബ്സ്റ്റേഷൻ മെയിന്റനൻസ് എക്സ്പെർട്ടിനെ 6 അല്ല 60 സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ചെയ്യും. സാർ, ബോർഡിൽ എക്സ്പെർട്സ് വേറെയുണ്ട്. എനിക്കിപ്പോ ഇയാളെ സൗകര്യമുള്ളൂങ്കിൽ. സാർ, കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും. പക്ഷെ അതല്ലല്ലോ കാര്യം. ആർഗ്യ ചെയ്യാനുള്ള നമ്മുടെ പോയിന്റ്സ് വളരെ വീക്കാണ്. കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാർ ആവശ്യമില്ലാതെ വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യും. ഈ കേസിൽ സാറിനുള്ള താല്പര്യം രഹസ്യമായൊരു പരസ്യമാണ്. അതെ, എനിക്ക് താല്പര്യമുണ്ട്. പത്രക്കാർ എന്തു വേണേലും എഴുതിക്കോട്ടെ, പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താണ് എന്റെ പേര്? സുദേവൻ. ആ, സുദേവൻ തന്നെ. കുറുപ്പേട്ടനറിയോ, കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന്? എന്താണോ വിളിച്ചത്? അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന്. പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ. അവനെ കൊണ്ട് ഞാൻ കൊട പിടിപ്പിക്കും. സുദേവൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന്, വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ. എനിക്കിപ്പോ ഇവനെയാ നോട്ടം. കുറുപ്പേട്ട, കേസ് തള്ളിയാ തള്ളട്ടെ. സുപ്രീം കോർട്ട് ഉണ്ടല്ലോ. സുപ്രീം കോർട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണ്ട. ട്രാൻസ്ഫർ ഹൈക്കോടതി ക്യാൻസൽ ചെയ്യട്ടെ. വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും, എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും, എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും? അവനൊരു